യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് രക്തസാക്ഷിത്വം. ഭാരതസഭയിലെ പ്രഥമ രക്തസാക്ഷിണിയാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. സത്യവിശ്വാസം നൽകിയ തീഷ്ണതയിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരുപോലെ പ്രദർശിപ്പിച്ച സിസ്റ്റർ റാണി മരിയ സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തൻ്റെ 41-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ പുല്ലുവഴി ഇടവകയിൽ 1954 ജനുവരി 29-ാം തീയതി വട്ടാലിൽ കുടുംബത്തിൽ പൈലി ഏലീശോ ദമ്പതികളുടെ 7 മക്കളെ രണ്ടാമത്തെ മകളായാണ് റാണി മരിയ ജനിച്ചത്. മറിയം എന്ന പേരിൽ ഫെബ്രുവരി 5-ാം തീയതി അവൾ മാമോദീസ സ്വീകരിച്ചു. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും അവൾ അവരുടെ മേരി കുഞ്ഞായിരുന്നു. ഈശോ എന്ന മധുരനാമമായിരുന്നു അവൾ ആദ്യം പഠിച്ച വാക്ക്. 7-ാം വയസ്സിൽ ആദ്യോർപ്പാനം സ്വീകരിച്ച അവൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ചു. മറ്റുള്ളവരെ സഹായിക്കുവാൻ അവൾ സദാ സന്നദ്ധയായിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്ന മേരിക്കുഞ്ഞ് പാവങ്ങളെയും രോഗികളെയും സ്നേഹിച്ചു. പ്രാർത്ഥനയും വിശുദ്ധരുടെ ജീവചരിത്ര വായനകളും അവളിൽ പ്രേക്ഷിത ചൈതന്യം ഊതിക്കത്തിച്ചു. ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ വിളിക്കുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. ആ വിളിയനുസരിച്ച് 1972 ജൂലൈ 3 തുക്രാന തിരുനാളിന് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം കിടങ്ങൂരുള്ള ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. പിന്നീട് 1974 മെയ് 1 സിസ്റ്റർ റാണി മരിയ എന്ന പേരിൽ സഭാവസ്ത്രം സ്വീകരിക്കുകയും പ്രഥമ വ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. മിഷൻ പ്രദേശങ്ങളിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടെ 1975 അവൾ ബിജനോർ രൂപതയിലേക്ക് അയക്കപ്പെട്ടു. 1980 മെയ് 22 നിത്യവ്രത വാഗ്ദാനത്തിലൂടെ സിസ്റ്റർ റാണി മരിയ പൂർണ്ണ സമർപ്പിതയായി. അവളിലെ പ്രേക്ഷിത ചൈതന്യം പൂർവാധികം ഉജ്ജ്വലിച്ചു. സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദധാരിണിയായിരുന്ന അവൾ സിസ്റ്റർ റാണി മരിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആത്യന്തികമായ ദൈവസ്നേഹത്തിലേക്ക് എല്ലാവരെയും നയിക്കുക എന്നതായിരുന്നു സിസ്റ്ററുടെ ലക്ഷ്യം. 1992 ഇൻഡോർ രൂപതയിലെ ഉദയനഗർ എന്ന പ്രദേശത്തും പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സിസ്റ്റർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി. 2 വർഷങ്ങൾക്കുള്ളിൽ അവരെ പുരോഗതിയിലേക്ക് എത്തിച്ചു. ഈ തിരക്കുകൾക്കിടയിലും ജാതിമത ഭേദങ്ങളില്ലാതെ കഥകളിലൂടെയും കലകളിലൂടെയും അവൾ അവർക്ക് ഈശോയെ പകർന്നു നൽകി. ഇതോടൊപ്പം റാണി മരിയ ജന്മിമാരുടെയും വ്യാപാരികളുടെയും കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിരുന്നു. പലപ്പോഴും അവർ അവൾക്കെതിരെ വധഭീഷണികളെ മുഴക്കിയിരുന്നു. പ്രാർത്ഥനയായിരുന്നു സിസ്റ്റർ റാണി മരിയയുടെ ശക്തി കേന്ദ്രം. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു സിസ്റ്റർ റാണി മരിയയ്ക്ക്. പ്രൊവിൻഷ്യൽ കൗൺസിലറായ സിസ്റ്റർ റാണി മരിയ വടക്കേ ഇന്ത്യയിൽ സഭാകാര്യങ്ങൾക്കായി എപ്പോഴും യാത്ര ചെയ്തിരുന്നു. ഇതറിഞ്ഞ ശത്രുക്കൾ അവളെ വധിക്കാൻ കെണികളൊരുക്കി. 1995 ഫെബ്രുവരി 24 മുരിങ്ങൂരിലെ ധ്യാനം കഴിഞ്ഞെത്തിയ സിസ്റ്റർ തെരേസ എന്ന സഹോദരി തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന് ധ്യാനത്തിൽ കണ്ട ദർശനം എല്ലാവരെയും അറിയിച്ചു. തൊട്ടടുത്ത ദിവസം 1995 ഫെബ്രുവരി 25 ശനിയാഴ്ച സിസ്റ്റർ ബസ്സിൽ ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് യാത്ര പുറപ്പെട്ടു. അവളെ കൊല്ലാൻ ഏൽപ്പിച്ചിരുന്ന വാടക കുലയാളി സമന്തർ സിംഗും ആ ബസ്സിലുണ്ടായിരുന്നു. ബസ് ഒരു വിജന പ്രദേശത്തെത്തിയപ്പോൾ സമന്തർ സിംഗ് റാണിയുടെ മുഖത്ത് കത്തി കൊണ്ട് കുത്തി. എൻ്റെ ഈശോ, എൻ്റെ ഈശോ, മാതാവേ എന്ന് വിളിയേട്ട് പിന്നോട്ട് നോക്കി യാത്രക്കാർ കണ്ടത് പിന്നെയും സിസ്റ്ററിനെ ആഞ്ഞു കുത്തുന്ന സമന്തരനെയാണ്. അങ്ങനെ 54 കുത്തുകളേറ്റ് യേശുനാമം വിളിച്ചുകൊണ്ട് സിസ്റ്റർ റാണി മരിയ മരണമടഞ്ഞു. സിസ്റ്റർ റാണി മരിയ കൊല്ലപ്പെട്ടത് സ്നേഹം, സത്യം, നീതി എന്ന ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. വിശുദ്ധർക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിലെ 9 പേരടങ്ങുന്ന ദൈവശാസ്ത്ര കമ്മീഷൻ സിസ്റ്ററുടെ രക്തസാക്ഷിത്വം അംഗീകരിച്ചു. 17 നവംബർ 4 ആഗോളസഭ അവളെ രക്തസാക്ഷിയെ പ്രഖ്യാപിക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായ കർദിനാൾ ആഞ്ചലോ അമന്തോ ഇൻഡോറിൽ വെച്ച് അവളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. കേരള സഭയുടെ അഭിമാനപുത്രിയും ധീര രക്തസാക്ഷിയുമായ സിസ്റ്റർ റാണി മരിയയുടെ ജീവിത മാതൃകയും മധ്യസ്ഥ ശക്തിയും നമുക്ക് പ്രചോദനവും ശക്തിയുമാകട്ടെ.